പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് എഗ് പൊറോട്ടയാണ്. ഇത് എഗ്ഗും പൊറോട്ട ഉണ്ടാക്കിയിട്ട് നമ്മൾ റോൾ ചെയ്ത് ഉണ്ടാക്കുന്ന അടിപൊളി പൊറോട്ടയാണ്. വളരെ ടേസ്റ്റിയുമാണ്, ഹെൽത്തിയുമാണ്. അതുപോലെ തന്നെ ഇടത്താഴത്തിനോ അല്ലെങ്കിൽ നോമ്പറക്കുമ്പോഴൊക്കെ ഉണ്ടാക്കി കഴിച്ചു കഴിഞ്ഞാൽ ഇത് ഒരെണ്ണം കഴിച്ചാൽ മതി, വിശപ്പ് മുഴുവൻ മാറും. അപ്പോൾ നമുക്ക് ഇതിന് എന്തൊക്കെ സാധനങ്ങൾ വേണമെന്ന് നമുക്ക് നോക്കാം. ആവശ്യമുള്ള മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് ഗോതമ്പ് പൊടി. 2 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ട് നമ്മൾ ചെറു ചൂടുവെള്ളത്തിൽ ഉപ്പിട്ട് ചപ്പാത്തി പരുവത്തിന് കുഴച്ച് വെച്ചേക്കുന്നതാണ്. ഇത് ഞാൻ കുഴയ്ക്കുന്നതൊന്നും കാണിച്ചിട്ടില്ല, കാരണം കുഴയ്ക്കാനൊക്കെ എല്ലാവർക്കും അറിയാം. അതിനോടൊപ്പം ഉപ്പ് ആവശ്യമുണ്ട്. ഇത് ബട്ടറാണ്. ഓയിൽ ആവശ്യമുണ്ട്. മുളക് പൊടി, പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞത്, ഉള്ളി വളരെ ചെറുതാക്കി അരിഞ്ഞത്, അതുപോലെ കോഴിമുട്ട. നമുക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ കുഴച്ച് വെച്ച മാവിനെ നമുക്ക് ബോളിടണം. ഇതുപോലെ ചപ്പാത്തിക്കുള്ള ബോളായിട്ട് ഇടുക. അപ്പോൾ ബോളുകളെല്ലാം ശരിയായിരിക്കുകയാണ്. ഇനി നമുക്കിതിൻ്റെ സൈഡ് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ പ്രസ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ബോളുകളെല്ലാം നമ്മൾ പ്രസ് ചെയ്ത് റെഡിയാക്കിയാണ്. ഇനി നമുക്കിത് പരത്തിയെടുക്കാം. പരത്തുന്നതിന് വേണ്ടി നമ്മൾ ആദ്യം കുറച്ച് പൊടി ഇങ്ങനെ നിലത്തിട്ട് കൊടുക്കണം, തൊട്ടി പിടിക്കാതിരിക്കാനാണ്. എന്നിട്ട് നമുക്ക് ഇത് നന്നായി ഒന്ന് പൊടിയിലൊക്കെ മുക്കിയിട്ട് ചപ്പാത്തിക്കിടെ പോലെ പരത്തിയെടുക്കാം. അപ്പോൾ എല്ലാ ചപ്പാത്തി നമ്മൾ പരത്തിയെടുത്തു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതുപോലെ ഒരു ചപ്പാത്തി സെറ്റപ്പായിട്ട് ഇങ്ങനെ വെച്ചതിന് ശേഷം ഇതിൽ മോൾ വശത്ത് സൺഫ്ലവർ ഓയിൽ പരട്ടണം. നന്നായി ഓയിൽ വരട്ടി കൊടുത്തതിന് ശേഷം ഇത് സെൻറ്ററിൽ നിന്ന് ഇവിടേക്ക് ഇങ്ങനെ കട്ട് ചെയ്യാം. സെൻറ്ററിൽ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം ഇതിങ്ങനെ റോൾ ചെയ്യാം. ഇങ്ങനെ അതിനുശേഷം ഇതിൻ്റെ ഈ സെൻറ്ററിൽ നിന്ന് വെച്ചിട്ട് നമ്മളിതിനെ ഇങ്ങനെ പൊളിച്ചിങ്ങനെ നിവർത്തിയതിന് ശേഷം ഇങ്ങനെ അടിയിലേക്ക് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്ത് ഇങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പൊറോട്ടയുടെ ബോൾ തയ്യാറായി. ഇതുപോലെ ഞാൻ എല്ലാ ബോളുകളും ചെയ്യാം. അപ്പോൾ എല്ലാ ബോളുകളും റെഡി ആയിരിക്കണേ. നമുക്കിനി ഇത് പരത്തിയെടുക്കാം. ഇത് ഓരോന്നും കണ്ടില്ലേ, പൊറോട്ടയുടെ ബോൾ പോലെ ഇരിക്കും. ഇതിന് നമുക്കിനി പരത്തിയെടുക്കണമെങ്കിൽ വീണ്ടും ഇതിൻ്റെ എല്ലാത്തിൻ്റെ സൈഡുകൾ ഇങ്ങനെ വീണ്ടും പ്രസ് ചെയ്യുക. ഇത് എല്ലാ ബോളുകളും നമ്മൾ ആ സൈഡ് പ്രസ് ചെയ്ത് ഇതിലൂടെ വലിയ ബോളുകളാക്കി എടുത്തു. ഇനി നമുക്കിത് ഓരോന്നും പരത്തിയെടുക്കാം. ഇങ്ങനെ എല്ലാ പൊറോട്ടയും നമ്മൾ പരത്തിയെടുക്കണം. എല്ലാ പൊറോട്ടയും ഞാൻ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് നോക്കാം. അടുത്തായിട്ട് നമുക്ക് ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മുട്ട തയ്യാറാക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി മുട്ട നമ്മൾക്ക് പൊട്ടിച്ചെടുക്കാം. പൊറോട്ടയിൽ ഓരോ മുട്ട വീതം ഉണ്ടാവണം, എന്നാലാണ് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. എന്നിട്ട് അതിലേക്ക് നമുക്ക് ചുവന്ന മുളക് പൊടി 1 സ്പൂൺ ഇട്ട് കൊടുക്കുക. അതുപോലെ ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. പച്ചമുളക് ഉണ്ടല്ലോ, ചെറുതാക്കി വളരെ നൈസായിട്ട് അരിഞ്ഞാണ് പച്ചമുളക്, അതും ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. വളരെ ചോപ്പിട് ഭയങ്കര ചെറുതാക്കി അരിഞ്ഞിട്ട് സബോള അതും ഇട്ട് കൊടുക്കണം. അത് ഏകദേശം ഒരു കപ്പ് ഉണ്ടായിക്കോട്ടെ. അതിനുശേഷം ഇത് ബീറ്റ് ചെയ്തെടുക്കുക. തവ നന്നായി ചൂടാകുമ്പോൾ നമ്മൾ അതിൽ സ്റ്റീൽ പാത്രം വയ്ക്കുക. അതിലേക്ക് ഇത് ബട്ടറാണ്. ബട്ടർ നമ്മൾ ചൂടാക്കാൻ വേണ്ടി, മെൽറ്റാക്കി എടുക്കാൻ വേണ്ടി ഇതുപോലെ ഇടുക. മെൽറ്റാകുമ്പോൾ മാറ്റി വയ്ക്കുക. തവ നല്ല ഫുൾ ഫ്ലെയിമിലാണ്, നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ പരത്തി വെച്ചാണ് പൊറോട്ട. ഇതിങ്ങനെ ഒന്നാക്കിയിട്ട് അടിപൊളിയായിട്ട് അടിവശം ഒന്ന് നന്നായി മൊരിഞ്ഞിങ്ങനെ ജസ്റ്റ് ബോൾ വരുമ്പോൾ നമ്മൾ ഈ ബട്ടർ ഉണ്ടല്ലോ, ഈ ബട്ടർ നന്നായിട്ട് ഇങ്ങനെ എല്ലായിടത്തും നന്നായി പരത്തി കൊടുക്കും. നമ്മൾ ഇവിടെ മുട്ട കലക്കി വെച്ചല്ലോ, അതിൽ നിന്ന് ഈ ബ്രഷ് കൊണ്ടോ അല്ലെങ്കിൽ സ്പൂൺ കൊണ്ടോ
ഇത് ആദ്യം ഒന്ന് പരട്ടി കൊടുക്കുക. എല്ലായിടത്തും എത്താൻ വേണ്ടിയാണ് നമ്മളിത് അങ്ങനെ പരട്ടി കൊടുക്കുന്നത്. അതിനുശേഷം സെൻറ്ററിൽ കുറച്ച് ഒഴിച്ചു കൊടുക്കുക. ഒരു കോഴിമുട്ട എത്താവുന്ന രീതിയിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. ഇത് ഈ സൈഡിൽ കാണുന്നതൊക്കെ നമുക്ക് ഇതിൽ കൂടെ ഇതിൻ്റെ ഉള്ളിലേക്ക് തന്നെ കയറിയിടാം. അതിനുശേഷം ഇതൊന്ന് ഒറ്റയടിക്ക് മറിച്ചിടണം. ജസ്റ്റ് ഒന്ന് കൈ കൊണ്ട് പിടിച്ചിട്ട് മറിച്ചിട്ട് കഴിഞ്ഞാൽ അതിനുശേഷം ഈ ഭാഗത്ത് നമ്മൾ ബട്ടർ നന്നായി ഒന്ന് പരട്ടി കൊടുക്കാം. ഈ ബട്ടർ പരട്ടി കൊടുത്തു കഴിഞ്ഞാൽ അപ്പുറത്തെ ഭാഗം മറിച്ചിടുമ്പോൾ ഇവിടെ നന്നായി ഗോൾഡൻ ബ്രൗൺ ആയിട്ട് മൊരിയും. നല്ല ഗോൾഡൻ ബ്രൗൺ ആയിട്ട് മൊരിഞ്ഞാലാണ് ഇതിൻ്റെ കറക്റ്റ് ടേസ്റ്റിൽ വരിക. ഇപ്പം ഞാനൊന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കിയിട്ടുണ്ട്. ആ മുട്ടയുടെ ഭാഗം നന്നായി ഒന്ന് മൊരിയാനാണ്. ഇങ്ങനെ പ്രസ് ചെയ്ത് നോക്കുമ്പോൾ ശബ്ദം നിൽക്കുമ്പോൾ മുട്ട മൊത്തം നന്നായി വെന്തു ശബ്ദമൊന്നും ഇല്ലാണ്ടാവുമ്പോൾ എന്നിട്ട് ഇങ്ങോട്ട് മറിച്ചിടാം. ഇതിൽ ഒന്നും കൂടി നമുക്ക് ബട്ടർ വരട്ടാം. ഈ ബട്ടറിൻ്റെ ടേസ്റ്റാണ് ഇതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ്, മുട്ടയും ബട്ടറും ഇതും. അതുപോലെ തന്നെ ഇതിൻ്റെ ഈ ചപ്പാത്തി നമ്മൾ പൊറോട്ട ഉണ്ടാക്കിയെടുക്കുന്നുണ്ടല്ലോ, വീറ്റ് പൊറോട്ട, അതും ബീഫും കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഈ മുട്ട റോളാക്കാതെ തന്നെ കഴിക്കാൻ ഇത് നല്ല ടേസ്റ്റാണ്. അതിനുശേഷം ഇതുണ്ടല്ലോ, നമ്മൾ ചെറിയൊരു സ്പൂൺ കൊണ്ട് ഈ ചൂട്ടോടെ തന്നെ ഇതിനെ മടക്കണം. ഞാനൊന്ന് മടക്കിയിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇതിനുശേഷം വീണ്ടും ജസ്റ്റ് ഒന്ന് കൈയോട്ട് മടക്കുക, പ്രസ് ചെയ്ത് കൊടുക്കുക. ഈ പ്രസ് ചെയ്യുമ്പോൾ മൊരിയുമ്പോൾ അവിടെ അങ്ങനെ ഇരുന്നോളും. അതിനുശേഷം ഇതൊന്ന് മറിച്ചിട്ട് നന്നായി മൊരിയിച്ചെടുക്കണം. നന്നായി മൊരിയുമ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് കറക്റ്റായിട്ട് വരുമ്പോൾ. ഇപ്പം തന്നെ ഈ ബട്ടറൊക്കെ മൊരിയണതിൻ്റെ ഒരു ടേസ്റ്റ് വരുന്നുണ്ട്. അത് ഈ ഗോതമ്പിൽ ബട്ടർ പിടിച്ച് മുട്ടയിലൊക്കെ പിടിച്ചിട്ട് ഉള്ളിലത്തെ മുട്ടയൊക്കെ വേവണതിൻ്റെ ഒരു ടേസ്റ്റ് ഉള്ള മണം നന്നായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് എല്ലാം ചെയ്തെടുക്കാം. ഈ ഐറ്റത്തിൻ്റെ ഇൻഗ്രീഡിയൻസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരേക്ക് ഷെയർ ചെയ്യുക. ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.